ഓരോരുത്തരും അവരവർ വളർത്തുന്ന മൃഗം, ഞാനത് പറഞ്ഞ കാറും വണ്ടിയൊന്നും വെച്ച് കമ്പയർ ചെയ്ത് ഇത് പിടിക്കാൻ പറ്റത്തില്ല. മൃഗങ്ങളെ തന്നെ മനസ്സിലാക്കും. ഓരോരുത്തരും ഉപയോഗിച്ച് തഴക്കവും പഴക്കവും വന്ന ആ മൃഗം അവരുടെ സ്റ്റൈലിനനുസരിച്ചും അവരുടെ സ്പീഡിനനുസരിച്ചും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചലിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവിന് വേണ്ടത് വേറെ ആരും കയറിയിട്ടില്ലാത്ത കഴുതയാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പുതിയതൊന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് ഈ പകലിൽ വേറെ എന്തെങ്കിലുമൊക്കെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വലിച്ചു വെളിയിൽ കളഞ്ഞിട്ട് യേശുവിനെ നിന്റെ അകത്ത് കയറ്റിയാൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ എൻട്രി ഉണ്ടാകാൻ പോവുകയാണ്. പുതിയ എൻട്രി. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത. പറഞ്ഞ ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ കുറച്ച് IPCയുടെ ഉപദേശം, കുറച്ച് ബ്രദറൻകാരന്റെ ഉപദേശം, കുറച്ച് TPMന്റെ ഉപദേശം, അര മർത്തോമക്കാരൻ, അര പെന്തിക്കോസുകാരൻ, പിന്നെ ഒരു 250 ഗ്രാം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, പിന്നെ ഒരു 100 ഗ്രാം IPC, പിന്നെ ഒരു 50 ഗ്രാം ബ്രദറൻ, പിന്നെ ഒരു അര കിലോ ഇൻഡിപെൻഡന്റ് ചർച്ച്. ഇതെല്ലാം കൂടെ കയറ്റി വെച്ചിരിക്കുന്ന, പല കാഴ്ചപ്പാടിൽ നിൽക്കുന്ന, പല സ്റ്റൈലിൽ നിൽക്കുന്ന, പല ഉപദേശത്തിൽ നിൽക്കുന്ന, പല ചിന്തയിൽ നിൽക്കുന്ന, പല ട്രെയിനിങ്ങിൽ നിൽക്കുന്ന, പല ട്രെയിനിങ്ങിൽ നിൽക്കുന്ന ഒന്നിനെയല്ല ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. കർത്താവിന്റെ വചനത്തിനകത്തൂടെ യഥാർത്ഥമായ അടിസ്ഥാനപരമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ദൈവിക ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ പലതും പല ട്രെയിനേഴ്സ് ഉള്ള നിന്നെ അല്ല യേശുവിന് വേണ്ടത്. പറഞ്ഞേ, പല ട്രെയിനേഴ്സ്, പല ട്രെയിനർമാരാ. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റ ആത്മീയ പിതാവേ ഉള്ളൂ, നിങ്ങൾക്ക് ഒറ്റ സ്പിരിച്വൽ ഫാദറേ ഉള്ളൂ, പലരില്ല. ആരും കയറിയിട്ടില്ല. പല കാഴ്ചപ്പാടില്ലാത്ത, പല ചിന്താഗതികളില്ലാത്ത, പല ട്രെയിനർമാരില്ലാത്ത, ആ കർത്താവിന് വേണ്ടി മാത്രം അതിനെ കെട്ടിയിരിക്കുന്നത് കാണും. അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് നിങ്ങൾക്കും എനിക്കും തരുന്ന ആഹ്വാനമാണ്. അഴിച്ചോണ്ട് വരുവീൻ. ഞാൻ നിങ്ങളെ വിളിച്ചതും, ഞാൻ നിങ്ങളെ നിയോഗിച്ചതും, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതും കെട്ടപ്പെട്ടതിനെ അഴിക്കാനാണ്. ഇനി എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് യേശുവിന് പോയി അഴിച്ചൂടെ? കർത്താവ് പറയുന്നു, ദൈവത്തിന് പദ്ധതി ഉള്ളതിനെ, പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പ്ലാൻ ഉള്ളതിനെ, യേശുവിന് പ്രയോജനപ്പെടുത്താൻ പദ്ധതി ഉള്ളതിനെ ഈ കാലഘട്ടത്തിൽ അഴിച്ചോണ്ട് വരാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതൊരു പ്രവചനമായി ഓൺലൈനിൽ കാണുന്നവരുടെ മേൽ ദൈവത്തിന് പദ്ധതിയുള്ള ചില കുടുംബങ്ങൾ അഴിയപ്പെടട്ടെ. ദൈവത്തിന് പദ്ധതിയുള്ള കുടുംബങ്ങൾ അഴിയപ്പെടട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. യേശു അല്ല അഴിക്കുന്നത്. യേശു അല്ല അഴിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവിന് പദ്ധതി ഉള്ളതിനെ നിങ്ങളുടെ കരത്തിലൂടെ നിങ്ങൾ അഴിച്ചുകൊണ്ടുവരും. അഴിക്കാൻ ചെല്ലുമ്പോൾ ചോദ്യമുണ്ടാകാം, അഴിക്കാൻ ചെല്ലുമ്പോൾ തരത്തില്ലെന്ന് പറയും. കാരണം ആരാണോ ഇപ്പോൾ അതിനെ കെട്ടിയിരിക്കുന്നത്, ആരാണോ ഇതിനെ കെട്ടിയിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നവനാണ് ഉടമസ്ഥൻ. യേശു കർത്താവ് പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നെ ശ്രദ്ധിക്കുന്നോ? നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ,
നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ പലതിനെയും പിശാച് കെട്ടിവെച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിന്റെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. രോഗത്തിന്റെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളുടെ കയറിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു തുണ്ടം കയറയിൽ അവനെ തൂക്കിക്കളയാൻ പിശാച് ചിലതിനെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുങ്ങളെ മുഴുവൻ അഴിച്ചോണ്ട് വരാ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചില ദൈവീക പദ്ധതികൾക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. ഈ നിയോഗം ഏറ്റെടുക്കാൻ ഈ ലൈവിൽ കാണുന്നവരോ ഈ ചർച്ചിലുള്ളവരോ തയ്യാറാണെങ്കിൽ ആരഴിച്ചാലും അഴിയാത്തത് നിന്റെ കൈകൊണ്ട് അഴിഞ്ഞു വരുന്ന കാഴ്ച. ആരുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്ന കാഴ്ച. ഈ 33-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ, ഉടയവനല്ല, ഉടയവർ, ഓണർ അല്ല, ഓണേഴ്സ്. ഓണേഴ്സ്. ഇതിന് വേറൊരു ആശയമുണ്ട്. ലഗിയോൻ ബാധിച്ചവൻ പറഞ്ഞു, ഞങ്ങൾ ഒരാളല്ലെന്ന്. We are different. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി, അവിടെ എഴുതിയിരിക്കുന്ന മെനി ഓഫ് ഡീമൺസ് എന്ന മെനി, അവരൊരാളല്ല. അവരൊന്നായിരിക്കത്തില്ല, ചിലപ്പോൾ 1000 ആയിരിക്കും, 10,000 ആയിരിക്കും, ലക്ഷമായിരിക്കും. പക്ഷേ താങ്കൾ ഈ അഴിക്കാൻ പോകുന്ന ആള് അഴിക്കാൻ ചെല്ലുമ്പോൾ അഴിക്കുന്നത് എന്തിനെന്നൊരു ക്വസ്റ്റ്യൻ തരും. ഇത് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ള ആളാ ഞാൻ. ഓരോ രാജ്യങ്ങളിലും, ഓരോ പട്ടണത്തിലും, ഓരോ മീറ്റിങ്ങിലും, ഓരോ സുവിശേഷ യോഗത്തിനും പോകുമ്പോൾ പൈശാചിക മേഖല ഭയക്കുന്നതും അവൻ ഡ്രീമുകളിലൂടെ കയറി വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതും, മാക്സിമം കർത്താവിന്റെ അഭിഷിക്തന്മാർ അവിടെ എത്താതിരിക്കാൻ, പൗലോസും പറഞ്ഞു സാത്താൻ ഞങ്ങളെ തടയാൻ ശ്രമിച്ചെന്ന്. അഭിഷിക്തന്മാർ അവിടെ എത്താതിരിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ 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 ഇതിനകത്തൊരു വലിയ സത്യമുണ്ട്. നീ പോകുന്നത് പിണങ്ങി, ഈ വാക്കെല്ലാം ശ്രദ്ധിച്ചോണം, ഒരു സഭയിൽ നിന്ന്, ഒരു ശുശ്രൂഷയിൽ നിന്ന്, ഒരു ആത്മീയ പിതാവിന്റെ, ഒരു ശുശ്രൂഷകന്റെ കീഴിൽ നിന്ന് പിണങ്ങി പിടഞ്ഞെഴുന്നേറ്റ് പോകുന്നവനായാൽ ഒരു പക്ഷേ നിനക്ക് അഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അഴിക്കാൻ ചെല്ലുമ്പോൾ തിരിച്ചറ്റാക്കുകൾ വരാം. പക്ഷേ നീ അയക്കപ്പെട്ടവനായിട്ടാണ് പോകുന്നതെങ്കിൽ, അയക്കപ്പെട്ട ആളായിട്ടാണ് പോകുന്നതെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ആളായിട്ടാണ് പോകുന്നതെങ്കിൽ, അയക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പോകുന്നതെങ്കിൽ, നിങ്ങളെ ദൈവത്തിന്റെ സഭയോ കർത്താവിന്റെ അഭിഷിക്തനോ ഒരു സ്പിരിച്വൽ കവറിങ്ങോ നിങ്ങളെ കവർ ചെയ്ത് ബ്ലസ് ചെയ്ത് നിയോഗിച്ചാണ് അയക്കുന്നതെങ്കിൽ ഒരു ചോദ്യത്തിനും പിന്നെ പ്രസക്തിയില്ല. ആ നിയോഗത്തെ ദൈവം സാധ്യമാക്കും. കാരണം ഒന്നേ ഉള്ളൂ. പ്ലീസ് ബി സീറ്റ്. കാരണം ഒന്നേ ഉള്ളൂ, റീസൺ ഒന്നേ ഉള്ളൂ. കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് ആവശ്യമുള്ള, ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള, എന്നാൽ കെട്ടപ്പെട്ട് കിടക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനെയും ദൈവിക സമയമാകുമ്പോൾ ദൈവം അഴിച്ചു കൊണ്ടുവരും. രണ്ടാമതായി, ആർ യു ലിസണിങ് മീ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ടാമതായി, ദൈവം അഴിക്കുവാൻ ആവശ്യപ്പെട്ടത് കർത്താവ് ഒരു സമയത്ത് അഴിച്ചു കൊണ്ടുവന്നവരെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അഴിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞത് കെട്ടപ്പെട്ട് കിടന്ന ജീവിതത്തിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് ഈ ശിഷ്യഗണങ്ങളെ അഴിച്ചു കൊണ്ടുവന്നതാണ്. ബന്ധനം അഴിഞ്ഞവരോട്, നിയോഗങ്ങൾ ഏറ്റെടുത്തവരോട് കർത്താവ് പറയുന്നു, ഇനി നിനക്കൊരു ദൗത്യമുണ്ട്. എനിക്ക് ആവശ്യമുള്ളതിനെ നീ
അഴിച്ചുകൊണ്ട് വരണം. കർത്താവിന് ആവശ്യമുള്ളതിനെ നിങ്ങൾ അഴിക്കണം. കർത്താവിന് ആവശ്യമുള്ളതിനെ നിങ്ങൾ അഴിക്കണം. നിങ്ങൾ അഴിക്കണം. നിങ്ങൾ അഴിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമതായി പിണങ്ങി പിടഞ്ഞെഴുന്നേറ്റ് അഴിക്കാൻ പോകുന്നവരാകരുത്, അയക്കപ്പെട്ടവരായി പോണം. അധികാരത്തിന്റെ കീഴിൽ അയക്കപ്പെട്ടവരായി പോയാൽ ഒരുത്തനും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, തന്നേ പറ്റത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശത്രുവിന് പിടിച്ചു വെക്കാൻ കഴിയാതെ ചിലതൊന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ശത്രുവിന്, പിശാചിന് ചിലതൊന്നും പിടിച്ചു വെക്കാൻ കഴിയാതെ ദൈവത്താൽ ഇന്ന് പകലത് റിലീസ് ചെയ്യാൻ പോകും. Listen to me. I'm feeling the anointing. നാലാമത് അല്ലെങ്കിൽ അഞ്ചാമത്, കർത്താവിന് പ്രയോജനം ഉള്ളതിനെ മീറ്റ് ചെയ്യാനും അടുത്ത് ചെല്ലാനും അഴിക്കാനും വളരെ പക്വതയോടെ അവരെ യേശുവുമായിട്ട് കണക്ട് ചെയ്യാനും ദൈവം തരുന്ന നിയോഗങ്ങൾ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ പെൺകഴുതയും എൻ്റെ കുട്ടിയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം എന്ന് കർത്താവ് നിയോഗം തരികയാണ്. ദൈവം നമ്മളെ അയക്കുകയാണ്. ആ അയക്കപ്പെട്ടവരായി പോകുമ്പോൾ ഈ ദൈവത്തിന് ഇപ്പൊ ഈ കഴുത ആർക്ക് പ്രയോജനപ്പെടാൻ പോവാ? പറ, ആർക്കാ കഴുത പ്രയോജനപ്പെട്ടെ? ഉറക്കെ പറ. പുറകിലിരിക്കുന്ന സഹോദരങ്ങൾ, യേശുവിന് ആർക്കാ കഴുത പ്രയോജനപ്പെട്ടെ? ഈ യേശുവിന് പ്രയോജനമുള്ളതിനെ കണ്ടുമുട്ടാൻ, കർത്താവിന് ഉപയോഗിക്കാനുള്ളതിനെ മീറ്റ് ചെയ്യാൻ, അവരുടെ അടുക്കലെത്താൻ, അവരെ അഴിച്ചോണ്ട് വരാൻ കർത്താവ് ഒരു സ്പെഷ്യൽ ഗ്രേസ്, അതൊരു ചുമ്മാ സമയം കളയാതെ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നീ ചെയ്യുന്ന പ്രവൃത്തികൾ വർത്താകാൻ, നിന്റെ ശുശ്രൂഷ വർത്താകാൻ, നിന്റെ മിനിസ്ട്രി വർത്താകാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആറാമതായി, എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം. കൈ കൊടുത്ത് പറഞ്ഞ, എല്ലാം എന്നെ അയച്ചവന് വേണ്ടി ചെയ്യണം. ശിഷ്യന്മാരിപ്പോ ആർക്ക് വേണ്ടിയാ പോന്നേ? യേശുവിന് വേണ്ടിയാ പോന്നേ. എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം. അവന്റെ മഹത്വത്തിനായി ചെയ്യണം. കഴുത അഴിക്കാൻ പോകുമ്പോ ചിലപ്പോ ഇച്ചിരി നടക്കേണ്ടി വരും, ചോദിക്കേണ്ടി വരും, പോകേണ്ടി വരും. ചില ശക്തികളുമായിട്ടും ചില വ്യക്തികളുമായിട്ടും ചില സാഹചര്യങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോ ഒന്ന് ഏറ്റുമുട്ടേണ്ടി വരും. ഇതെല്ലാം മുമ്പിലുള്ളപ്പോഴും ഒരു ബോധ്യം ഉള്ളിൽ വേണം, ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ പദ്ധതിയിലല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ യേശു എന്നെ ഏൽപ്പിച്ച, എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ആ പദ്ധതിയിലാണ്. ഞാൻ ഇവിടെ വന്ന് ആരാധിക്കുന്നത് പോലും ദൈവിക പദ്ധതിയിലാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവിക പദ്ധതിയിലാണ് പറഞ്ഞ് എല്ലാം അയച്ചവന് വേണ്ടി ചെയ്യണം. എന്നെ മഹത്വപ്പെടുത്താനല്ല, പറഞ്ഞേ, എന്റെ ശുശ്രൂഷ യേശുവിന്റെ നാമം മഹത്വപ്പെടണം. കഴുതക്കുട്ടിയെ, ഈ പെൺകഴുതയെ അതിന്റെ കുട്ടിയെയും ശിഷ്യന്മാർ അഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. Are you ready? അവരഴിക്കുക. അഴിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ കഴുതയെ അഴിക്കുന്നത്? ഒത്തിരി ഉത്തരവില്ല, 1000 പറച്ചിലില്ല, ഒറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവിന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവര് പല പല സാഹചര്യത്തിൽ നിന്ന് വന്നവരാ, എനിക്കറിയാം, ഞാൻ ഉൾപ്പെടെ. ഞാനും ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നു, ഒരു സാമുദായിക ചുറ്റുപാടിൽ ജീവിച്ച ആളാണ്. പല പല സാഹചര്യങ്ങളിലുള്ളവരായിരുന്നു, പല പല കയറുകളായിരുന്നു നമുക്കും എനിക്കും നിങ്ങൾക്കും. എന്നെ കെട്ടിയ കയറല്ലായിരുന്നു നിങ്ങളെ കെട്ടിയിരുന്ന കയർ.
നിങ്ങളെ കെട്ടിയ കയറല്ല, അപ്പുറത്തിരുന്ന ആളെ കെട്ടിയ കയർ. ഓരോ കയറിനകത്തും നിങ്ങളെ ബന്ധിച്ച ബന്ധനത്തിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ എല്ലാവരെയും അഴിച്ച് തന്റെ ദാസനെ അയച്ച്, ഒരു ദൈവപുരുഷനെ അയച്ച്, അല്ലെ ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് പദ്ധതിയുള്ളവരെ അയച്ച് നമ്മളെ എല്ലാം അഴിച്ച് ദണ്ടേ ഈ ഒരു ചൂടിനകത്തും ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് കർത്താവിന് നിങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ്. കർത്താവിന് പറഞ്ഞേ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അടുത്തിരിക്കുന്നവർ പറഞ്ഞ അല്ലേ നിങ്ങളെ അഴിച്ചുകൊണ്ട് വരത്തില്ല. പറഞ്ഞേ, അഴിച്ചുകൊണ്ട് വരത്തില്ല. അല്ലേ നിങ്ങളെ അഴിച്ചുകൊണ്ട് വരത്തില്ല. നിങ്ങളെ ആ പിശാച് കെട്ടിയിട്ട ചുറ്റുപാടുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോഴും നിങ്ങൾ അവിടെ കിടന്നേനെ. ആ കുറ്റിക്കകത്ത് ഇപ്പോഴും നിങ്ങൾ കിടന്നേനെ. നിങ്ങളെ ദൈവം അഴിച്ചെങ്കിൽ, അതിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ, ടിനുപാസെ കുറിച്ച് മാത്രമല്ല, ജിജിപാസെ കുറിച്ച് മാത്രമല്ല, ഈ ഇരിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ച് മാത്രമല്ല, നിങ്ങളെ എല്ലാം കർത്താവിന് ആവശ്യം. ഇനി ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു, ഇമാജിൻ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഭാവന കാണുന്ന എത്ര പേരുണ്ട്? ഇല്ലേ? കൈവക്ക്. എന്തെങ്കിലുമൊക്കെ ഭാവന ഇങ്ങനെ ചിന്തിക്കുന്നവർ, ചില കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവർ. വേണ്ടാത്ത കാര്യം ചിന്തിക്കാനൊക്കെ വലിയ കഴിവുള്ളവരുണ്ട്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഇമാജിൻ ചെയ്യുക, ഈ പെൺകഴുതെ എഴുതി അതിന്റെ കുട്ടി അഴിക്കുകയാണ്. എന്റെ ചോദ്യം, എന്നെ ശ്രദ്ധിക്കുന്നോ? എന്തിനാണ് ഈ കഴുത കുട്ടി, എന്തിനാണ് കഴുത കുട്ടി അഴിക്കുന്നത്? അതവിടെ നിന്നോട്ടെ. പശുവിനെ അഴിച്ചോണ്ട് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്തിനാ അഴിച്ചോണ്ട് പോകുന്നത്? കഴുത അഴിച്ചത് മനസ്സിലായി, വാഹനം. കഴുത കുട്ടി എന്തിനാ? എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നു, എന്റെ ഭാവന ഞാൻ പറയുന്നു, അതൊരു പ്രൊഫറ്റിക്കലായിട്ട് ഞാൻ പറയുകയാണ്. നിന്നെ ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം കേട്ടിട്ട് നമ്മളങ്ങ് ആരാധിക്കും, ഇടയ്ക്ക് കൈ കൊട്ടരുത്. ദൈവം നിന്നെ അഴിച്ചിട്ടുണ്ടെങ്കിൽ, ചിലതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നിന്റെ തലമുറയെ അതിനകത്ത് ഇടുകയില്ല. അതിനെ അഴിക്കും, അതിനെ അഴിക്കും. നിന്നെ ഉപയോഗിച്ച ദൈവം നിന്റെ മക്കളെയും ഉപയോഗിക്കും. ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ എന്റെ മക്കളും എന്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ അതിലുപരിയായി എന്റെ തലമുറകളും എന്റെ ദൈവത്തിൽ വിശ്വസിക്കണം. ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിൽ ഇറങ്ങി തിരിച്ചതുപോലെ എന്റെ തലമുറകളും ഈ വഴിയിൽ സഞ്ചരിക്കണം. യേശുവേ, ഈ ഓശാന ഞായറാഴ്ച ഈ പെൺകഴുതയും അതിന്റെ കുട്ടിയെയും അഴിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കണം. I decree and I declare the generational blessing. നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഇരുന്നാട്ടെ, നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യണം. ഇനി കേട്ടായി, ഇനി ഭാവന കാണുവാണേ, ചിന്തിക്കുവാണേ, ആത്മതലത്തിൽ ചിന്തിക്കുവാണേ. കഴുത എന്ന് പറയുന്ന മൃഗം, ജീവി, പഴയ നിയമത്തിൽ ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങളിലെല്ലാം വായിക്കുമ്പോൾ ഇതിനെ യാഗത്തിന് ഉപയോഗിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് that is a holy sanctuary, that is a holy place, വിശുദ്ധ സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും ഒന്നും കയറിപ്പാൻ പറ്റൂല. തിരശീലകൾക്ക് അപ്പുറത്ത് ഒട്ടും പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു കഴുതകളും, ആട് കയറിയിട്ടുണ്ട്. ആട് സൈഡിൽ കൂടെ ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? യാഗം കഴിക്കാൻ. കാളക്കിടാങ്ങളെ കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? യാഗം കഴിക്കാൻ. കഴുതയെ യാഗത്തിന് ഉപയോഗിക്കില്ല. കഴുത എങ്ങും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, എങ്ങും ശ്രദ്ധിക്കപ്പെട്ട ജന്തുവല്ല. പിന്നെ അവന്റെ ആകെ ലൈഫ് എന്ന് പറയുന്നത് ഭാരം ചുമക്കുക എന്നുള്ളതാണ്. ആ ഭാരം ചുമത്തിട്ടെങ്ങാനും വേണ്ടാത്തടുത്ത് കയറി നിന്നാൽ, വലിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്നാൽ ഇവനെ അടിച്ച് ഓടിക്കും, കല്ലെറിഞ്ഞൊടി ഓടിക്കും. ജെറുസലേം ദേവാലയത്തിനകത്തെങ്ങാനും അവത്തവശ
ഓടിക്കേറിയാൽ കൊന്നുകളെ. പെട്ടലി ഒടിച്ച്, അങ്ങനെയാണ് ഞാൻ ഭാഗത്ത് വെച്ചത്, കഴുത്തൊടിച്ച് താഴ്വരെ തള്ളിക്കളെ. എന്നാ എല്ലാവന്റെയും ഭാരം, വിഴുപ്പ് ഇത് ചുമക്കുകയും വേണം. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഭാരം മാത്രം ചുമന്നിട്ടുള്ള, ജീവിതത്തിൽ ഒരു പ്രശംസകളോ സന്തോഷങ്ങളോ അനുഭവിച്ചിട്ടില്ല, എല്ലാ ഭാരവും വഹിച്ചുകൊണ്ട് നടക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന കഴുതകളുടെ ഗണത്തിൽ, കഴുതകളുടെ ചരിത്രത്തിൽ ഒരു കഴുതയും അതിന്റെ കുട്ടിയെയും യേശു അഴിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോ എന്റെ ചിന്തയാണ്, ഈ കുഞ്ഞു കഴുത അമ്മ കഴുതയെ നോക്കുന്നുണ്ട്, ഇവരൊന്നിച്ച് നടക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ എത്തിച്ചു. അവൻ അതിന്റെ മുകളിൽ കയറി. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി സീനെല്ലാം മാറുക. രംഗമെല്ലാം മാറുക. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്താൽ, കർത്താവ് നിന്നെ അഴിച്ചാൽ, കർത്താവ് നിന്റെ മേളിൽ വാഹനമേറിയാൽ, നീ എത്ര ഭാരം ചുമന്ന വ്യക്തിയാണെങ്കിൽ, നീ എത്ര ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നീ എത്ര നിന്ന അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, നിന്നെ ആരും പരിഗണിച്ചില്ലെങ്കിൽ, ഒരു വ്യക്തികളും നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ, എല്ലാവിടവും നീ ഒരു അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, സമൂഹം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കത്തക്ക നിലകൾ, എന്റെ ജീവിതമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഈ കഴുത ഞാനാണ്, ഒരു യോഗ്യതയില്ലാത്ത കഴുത. ദൈവം മാനിക്കുന്നവനാണ്. ആരെന്റെ കൂടെ കാണുമെന്ന് എനിക്കറിയത്തില്ല, ആരെന്നെ സഹായിക്കുമെന്നും എനിക്കറിയത്തില്ല, ആരെന്നെ മനസ്സിലാക്കുമെന്നോ ആരെന്നെ നല്ല ധാരണയുണ്ടെന്നോ തെറ്റിദ്ധാരിക്കുമെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ വിളിച്ചവൻ, എന്നെ പാരമ്പര്യത്തിൽ നിന്ന് അഴിച്ചവൻ, എന്റെ ബന്ധനങ്ങളെ, എന്റെ വിലാപങ്ങളെ നൃത്തമാക്കിയവൻ, എന്റെ അകത്ത് വന്നവൻ, അവൻ വിശ്വസ്തനാ. എത്രയോ കഴുതകൾ ആ പട്ടണത്തിലുണ്ട്. എത്രയോ കഴുതകൾ ഇപ്പോഴും വിഴുപ്പ് ചുമക്കുന്നു. എത്രയോ കഴുതകൾ ഇപ്പോഴും കെട്ടപ്പെട്ട് കിടക്കുന്നു. പക്ഷെ അതിനകത്ത് ഈ കഴുത ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലത്. ഇപ്പോൾ അത് അനുഭവിക്കുന്ന ബഹുമാനവും, ഇപ്പോൾ അതിന് കിട്ടുന്ന ആ സ്വീകരണവും, ഇതൊന്നും ആ കഴുതയുടെ പാരമ്പര്യ ഗുണോ, ആ കഴുതയുടെ ക്വാളിറ്റിയോ, അതിന്റെ വംശഗുണോ ഒന്നും അല്ല. അവന്റെ മേളിൽ ഒരുത്തൻ കയറി. അതാ ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മയും, ഈ ഓശാന ഞായറാഴ്ച പറയുന്നു, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ നന്മയും നമ്മുടെ ഗുണവും നമ്മുടെ കഴിവും ഒന്നും അല്ല. ഞാൻ എന്റെ ഭാവനയിൽ, എന്റെ ചിന്തയിൽ പറയട്ടെ പ്രിയ മക്കളെ, ഈ പെൺകഴുത കൊച്ച് തള്ളക്കഴുതയോട് ഇങ്ങനെ നടക്കുമ്പോ ഇതുവരെ അതിന്റെ മുമ്പിൽ ഒടറ എന്ന് പറഞ്ഞ ആളുകൾ ഓടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ മുമ്പിൽ തുണി വിരിക്കുകയാണ്. ഒലിവിൻ ചില്ലകൾ കുരുത്തോലകളും വീശുകയാണ്. ഇനി ചരിത്രപരമായ ഒരു കാര്യം, ഇതൊരു പ്രവചനമാണ്. കർത്താവ് എന്റെ മേൽ പകർന്ന ആ ഒരു അഭിഷേകത്തിൽ, ദൈവം തന്റെ കൃപയാൽ തന്ന ആ ഒരു ഡിക്ലറേഷൻ ഗ്രേസ് ഞാൻ ഇവിടെ ഒരു വാക്കിൽ റിലീസ് ചെയ്യാൻ പോവാണ്. Listen to me. ഈ കഴുത ഇങ്ങനെ നടക്കുമ്പോ പരിചയമില്ലാത്ത ഒരു റൂട്ട്. പരിചയമില്ലാത്തൊരു റൂട്ട്. ഇത് പോകുന്നത് ജെറുസലേം ദേവാലയത്തിനകത്തേക്കാണ്. ജെറുസലേം ദേവാലയത്തിന്റെ വഴികളിലൂടെ ആ ഗേറ്റ് കടക്കുകയാണ്. ഈ കഴുതയോ, ഈ കഴുതയുടെ കുട്ടിയോ, ഇതിന്റെ അപ്പനപ്പന്മാരോ ചരിത്രത്തിൽ ഒരൊറ്റ കഴുതകൾ ഈ ഗേറ്റിനകത്ത് കയറിയിട്ടില്ല.
ആരെങ്കിലും വന്നാൽ തന്നെ പുറത്ത് കെട്ടിയിട്ടിട്ട് അകത്ത് പോവും. ആലയത്തിനകത്തോട്ട് എൻട്രി ഇല്ല. പക്ഷെ ഈ കഴുത മാത്രം ഇവന്റെ അപ്പന്മാരോ അപ്പനപ്പന്മാരോ അപ്പാപ്പന്മാരോ ഒന്നും പോയിട്ടില്ലാത്ത നന്മയുടെ വഴിയിലൂടെ കേറുകയാണ്. ഇതിനായിരം കാരണങ്ങളില്ല, ഇതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്നെ തെരഞ്ഞെടുത്തവൻ, എന്നെ തെരഞ്ഞെടുത്തവൻ, എന്നെ വിളിച്ചവൻ, എന്റെ മേലിൽ വാഹനമേറിയവൻ, എന്റെ ഉള്ളിൽ വന്നവൻ. നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമോ, നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമോ. ഏതേത് നിനവും നീ ആകാം, ഏതേത് വാഴ്വും നീ Ashay, next scale please. The high scale for Emmanuel KB. യേശു ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നും അല്ലായിരുന്നു. ഒന്നിരുന്ന ഒരു മിനിറ്റ് കൂടെ. ഈ പെൺകഴുത കൊച്ചിനൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ചിന്തയാണേ, ബൈബിളിലുള്ള കാര്യമല്ലേ, ഞാൻ ഒരു ഭാവന കണ്ട് പറയുവാണേ. ഈ പെൺകഴുത കൊച്ചു ചോദിക്കാം, അമ്മേ നമ്മൾ ഇന്ന് വരെ ഈ വഴി വന്നിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടാണല്ലോ അമ്മേ വഴിയിലൂടെ പോണേ. അമ്മ ഇവരെന്നാ നമ്മുടെ മുമ്പിൽ ഇത്രയും പൂക്കളെറി കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നവർ പൂക്കൾ എറിയുന്നു, ആട്ടി ഓടിച്ചവർ കുരുത്തോല വീശുന്നു, ആളുകളെല്ലാം കൂടെ ഭയങ്കര ആർപ്പുവിളി നടത്തുന്നു. നമുക്കെന്താ അമ്മ ഇത്ര വമ്പിച്ച സ്വീകരണം? ഇതെന്താ? നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന ഒരെണ്ണവും എക്സ്പീരിയൻസ് ചെയ്യാത്തത്. ഈ സന്തോഷം നമുക്ക് എവിടുന്ന അമ്മേ വരുന്നേ? ഒരുപക്ഷെ അമ്മ കഴുത പെൺകഴുത കൊച്ചിനെ ഇങ്ങനൊന്ന് താഴോട്ട് ചരിഞ്ഞു നോക്കിയിട്ട് ആ കണ്ണുകൊണ്ട് പൊക്കി കാണിച്ചു കാണും. ഇത് നമ്മുടെ കുടുംബം കൊണ്ടല്ല, നമ്മൾ എപ്പോഴും കഴുതകളാ. സ്റ്റിൽ വി ആർ ഡോങ്കീസ്. നമ്മൾ ഇപ്പോഴും കഴുതകൾ തന്നെയാണ്. നമ്മുടെ നിറവും വംശവും ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ആരുടെ മേളിലും കേറാത്തൊരുത്തൻ എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്നിൽ എന്താ കർത്താവെ കണ്ടത്? ചേറ്റിൽ കിടന്ന എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് ആ കരങ്ങളെ ഉയർത്തി എന്നെ അൻപോടു സ്നേഹിപ്പാൻ. ഇത് കരങ്ങളും ഉയർത്തി പാടി. On
Save us, Lord. Hosanna. എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ശേറ്റിൽ കിടന്നവനെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ കൈകളെ ഉയർത്തി നന്ദിയോടെ ഹോസാന ഹോസാന. Heal this people. Heal in Jesus' mighty name. The power of the Holy Ghost. The power of the Holy Ghost. ജനം മാത്രം പാടി എന്താണ് ഉച്ചത്തിൽ പാടിയേ ചേറ്റിൽ കിടന്നതാമെന്ന് ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ The meaning of Hosanna, save us Lord. രക്ഷകനെ ഞങ്ങളെ രക്ഷിക്കൂ. ഇന്ന് ഈ ഹോസന്ന നിങ്ങൾ പാടുമ്പോൾ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. We all are saved
We all are saved. ഞാൻ ഇപ്പോഴും ആ കഴുത തന്നെയാണ്. പക്ഷെ ഈ കഴുതയെ യേശു തെരഞ്ഞെടുത്തു. എനിക്കിത് അത്ഭുതമാണ്. എനിക്കിത് അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം ടാൻസാനിയയില് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഒരു MP, അവിടുത്തെ പാർലമെന്റ് മെമ്പർ ഓഫ് പാർലമെന്റിലെ മനുഷ്യൻ, പക്ഷെ ഈ കഴുതയെ കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ട് കുതിരകൾക്ക് കയറി പോകാൻ പറ്റാത്തടുത്ത് കഴുത കയറി പോവുകയാണ്. വലിയ വെള്ള കുതിരകൾക്ക് കയറി പോകാൻ പറ്റാത്തടുത്ത് ഈ കഴുത കയറി പോവുകയാണ്. മക്കളെ, ജീസസ് സേവ്സ് യു. രക്ഷകൻ ഒരാളെ ഉള്ളു കേട്ടോ, അത് യേശുവാ. മക്കളെ, പാപ വഴികളെല്ലാം വിട്ടേക്കണം. ഇതെല്ലാം നിന്നെ തൊലച്ചു കളയും. പക്ഷെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരും ഇവരുമൊക്കെ അതും ഇതൊക്കെ പറയും, വിട്ടുകളഞ്ഞേക്കണം. ഇതൊന്നും ശ്രദ്ധിക്കണ്ട. പൂവെറിയുന്നവരും കാണും, കുരുത്തോല വീശുന്നവരും കാണും, ഓശന്ന പാടുന്നവരും കാണും, ക്രൂശിക്കാന്ന് പറയുന്നവരും കാണും. പക്ഷെ ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്നെ വിളിച്ചവനാണ് എന്റെ വിഷയം. എന്നെ തെരഞ്ഞെടുത്തവനാണ് എന്റെ വിഷയം. ഈ കൂട്ടത്തിൽ എന്നെ പോലെ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുന്നു എന്ന് പറയുന്ന തകർന്നു പോയ ഒത്തിരി കഴുതകൾ, മൺപാത്രങ്ങളുണ്ട്. നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാവോ? നിന്റെ ജീവിതം യേശുവിന് കൊടുക്കാവോ? കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് വരണം എന്നൊന്ന് പറയാവോ? ഞാനിതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്ന എന്തിനാണെന്നറിയാവോ? യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, നിങ്ങളാകുന്ന കഴുതയിൽ യേശു വന്ന് വസിക്കാൻ, സ്നാനപ്പെട്ടവന് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവരെ കൈ ഒന്ന് ഉയർത്തി അഭിമാനത്തോടെ, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്റെ ഹൃദയം ഞാൻ യേശുവിനായി തരുന്നു, അങ്ങ് എന്നിൽ വരണമെന്നുള്ളവരെ കൈ ഉയർത്തി പിടിച്ചേ. നന്നായിട്ട് ഉയർത്തി പിടിച്ചോ. കൈ ഉയർത്തുന്നെങ്കിൽ നന്നായി ഉയർത്തിക്കണം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഈ യേശുവിനായി എന്റെ ഹൃദയം ഞാൻ തരുന്നു, എന്റെ ലൈഫ് ഞാൻ തരുന്നു. മക്കളെ, ആരും ഈ സമയത്ത് അവിടെ മൂവ് ചെയ്യല്ല. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. എടുത്തു പറഞ്ഞു, ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുള്ള ചിലതിനെ ഇന്ന് പകൽ ദൈവം അഴിക്കും. അതായി നിൽക്കുന്നത്. The blessing. I release a great grace. Release it. മക്കളുമാർ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ പറഞ്ഞേ. മകളെ, വോളണ്ടിയേഴ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. മക്കളെ, പ്രീതി എന്റെ കൂടെ പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, എന്റെ ജീവിതവും എന്റെ ശരീരവും എന്റെ ആത്മാവും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായും അങ്ങേക്കായി നൽകുന്നു. അങ്ങയുടെ വഴിയിൽ ജീവിക്കുക എന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രയും ആളുകൾ ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷിക്കുന്നവരെന്ന് കൈയടിച്ച് Thank you for the healing. Thank you for the deliverance. എന്നെ അൻപോടു പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലുള്ള പുത്രയും ഇന്ന് കടന്നു വന്ന സകല പ്രിയപ്പെട്ടവരോട് വചനം സംസാരിച്ച അങ്ങനെ അഭിഷേകത്തോടും ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളെ കണ്ടുകൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത് പകൽ ജയം തന്ന കർത്താവിന്റെ കരമേറി ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You know that song? Hosanna.
Hosanna, Hosanna, Hosanna in the എല്ലാ highest. ചെറുപ്പക്കാരി ചർച്ചിലുള്ളവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നേ. ദൈവത്തെ ആരാധിക്കാം. Hosanna in the highest. Oh, we lift up your name with a heart full of praise. We exalted a name, our God. Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Lord, we lift up your name with a heart full of praise. We exalted a name, our God. Hosanna in the highest. Lord, we lift up your name with a heart full of praise. We exalted a name, our God. Hosanna in the highest. Glory, glory, glory to the King of Kings. Glory, glory, glory to the King of Kings. Lord, we lift up your name with a heart full of praise. We exalted a name, our God. Hosanna in the highest. Lord, we lift up your name with a heart full of praise. We exalted a name, our God. Hosanna in the highest. Hallelujah. Glory, glory. Amen. Amen. Thank you, Jesus.